ഇനി കോഴിക്കോട്ടേക്ക് രാമനാട്ടുകരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുഖ്യ പ്രതിയെ ഇനിയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. പ്രതി ഒളിവിലാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. പ്രതി നശിപ്പിച്ച CCTV ഹാർഡ് ഡിസ്ക് ഇന്നലെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇനി അതിലൂടെ എന്തെങ്കിലും വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ശ്രമമെന്ന് തോന്നുന്നു. നിഖിൽ പ്രമീഷ് വിവരങ്ങളുമായി കോഴിക്കോടുന്ന. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ നിഖിൽ. ഗുഡ് മോർണിംഗ്. രാമനാട്ടുകരയിലെ 17കാരിയായിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള കുട്ടിയെ പീഡിപ്പിച്ച കേസ് അത് വളരെ ഗൗരവത്തിലാണ് ഇപ്പോൾ പോലീസ് കാണുന്നത്. കാരണം പോലീസ് ഇവിടേക്ക് എത്തിച്ചേരുകയും സുരക്ഷിതാവസ്ഥ ഉണ്ട് എന്ന് കൊൽക്കത്തയിൽ അവിടുത്തെ പോലീസ് അടക്കം ഈ ഫറൂഖിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന രാമനാട്ടുകരയിൽ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം വന്നു. സാങ്കേതിക പ്രശ്നമാണ്. നിഖിലിന്റെ ശബ്ദം ഇതുപോലെ അല്ലല്ലോ. അപ്പോൾ നിഖിൽ ശബ്ദം റെഡിയായെങ്കിൽ വീണ്ടും തുടങ്ങാം. നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അല്പസമയത്തിനകം നിഖിൽ പ്രമേഷിന് ചേരാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതായത് CCTVയുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ തന്നെ ഈ പ്രതി നശിപ്പിച്ചു കളഞ്ഞു എന്ന വിവരം വരുമ്പോഴാണ് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ശ്രമം നടന്നത്. നിഖിൽ തുടരുകയാണ്. ഈ ഹാർഡ് ഡിസ്ക് കഴിഞ്ഞ ദിവസം, അതായത് ഈ പെൺകുട്ടിയെ ഒരു ദിവസം കൊണ്ടുപോയി പാർപ്പിച്ച കെട്ടിടത്തിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് ആണ് ഈ പ്രതി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഈ കൃത്യം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇയാൾ സമീപത്തെ കിണറ്റിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് എന്തിനാണെന്നാൽ അവിടെ പെൺകുട്ടിയെ കൊണ്ടുവന്നതും തുടർന്ന് ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷെ മദ്യം നൽകിയാണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ തെളിവുകളടക്കം നശിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രണ്ടാം പ്രതിയുടെ മൊഴി പ്രകാരം ഈ കിണറ്റിൽ CCTV ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് സ്കൂബ ടീമിന്റെ സഹായത്തോടു കൂടി ഇന്നലെ അത് കണ്ടെടുക്കുകയുണ്ടായി. ഈ പ്രതി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയതായാണ് ലഭ്യമാകുന്ന വിവരം. മലപ്പുറത്ത് വെച്ചാണ് അവസാനമായി പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫറോക്ക് പോലീസ് മലപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നെങ്കിലും പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ പ്രതിയെ പിടികൂടണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാണ്. കാരണം ആ പെൺകുട്ടിക്ക് അത്രയധികം മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു ട്രോമയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. ജുവനൈൽ ഹോമിൽ കഴിയുന്ന കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ഒരു കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായി. അവർക്ക് നീതി കിട്ടണം എന്നുള്ള ആവശ്യമാണ് അവിടുത്തെ പൊതുപ്രവർത്തകരടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിഖിൽ പ്രമേഷ് പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.